പട്നയിൽ വീണ്ടും ബി.ജെ.പി. നേതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. ബി.ജെ.പി. നേതാവ് സുരേന്ദ്ര കവേട്ടാണ് കൊല്ലപ്പെട്ടത്. ഷെയ്ഖ്പുരയിൽ വീടിന് സമീപം ബൈക്കിലെത്തിയ അക്രമികളാണ് വെടിയുതിർത്തത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. ബൽറാം, സമാനമായി തന്നെയാണ് ഒരു രണ്ടാഴ്ചക്കിടെ തന്നെ ഗോപാൽ ഗേംകെയും ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത്. അതും ബി.ജെ.പി. നേതാവായിരുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആരാണ് പിന്നിൽ? എന്താണ് കാരണം? എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? സുഹൈൽ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഗോപാൽ ഖേംകെയെ വെടിവെച്ച അക്രമികൾ കൊലപ്പെടുത്തുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ അന്വേഷണം തുടരുന്നതിനിടെയാണ് സമാനമായി തന്നെ മറ്റൊരു വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നു. ഒരു ബി.ജെ.പി. നേതാവ് കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇയാൾ ഷെയ്ഖ്പുരയിലെ കൃഷിസ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബി.ജെ.പി. കിസാൻ മോർച്ച നേതാവ് വെടിവെച്ച് കൊലപ്പെടുത്തുന്നത്. ഇയാൾ സുരേന്ദ്ര കെവാട്ട് ബി.ജെ.പിയുടെ സജീവ പ്രവർത്തകനും ഒരു പ്രാദേശിക നേതാവുമാണ്. ഇയാളെ ബൈക്കിലെത്തിയ രണ്ട് അക്രമികളാണ് ഇയാൾക്ക് നേരെ വെടിയുതിർത്തത്. 4 വെടിയുണ്ടകൾ സുരേന്ദ്രന്റെ ദേഹത്ത് പതിച്ചു. തുടർന്ന് ഇയാളെ സമീപവാസികൾ ആശുപത്രിയിൽ എത്തിച്ചു. പട്നയിലെ എയിംസിൽ എത്തിച്ചെങ്കിലും ഇയാളുടെ ജീവൻ രക്ഷിക്കാനായില്ല. ചികിത്സയ്ക്കിടെ മരിക്കുകയായിരുന്നു. ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ആശുപത്രി സന്ദർശിച്ചു. കൂടാതെ എത്രയും വേഗം തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി വരുന്നു എന്നാണ് പട്നയിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അതേസമയം ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. പ്രതികളെക്കുറിച്ച് ഈ ഘട്ടം വരെ യാതൊരു തരത്തിലുള്ള സൂചനയുമില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഈ സംഭവ സ്ഥലം ഫോറൻസിക് സംഘം ഉൾപ്പെടെ പരിശോധന നടത്തിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, അത് വെടിവെപ്പുണ്ടാകുന്ന സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം വലിയ തോതിൽ തന്നെ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു. സംസ്ഥാനത്തെ ക്രമസമാധാന നില പാടെ തകർന്നിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് തേജസ് യാദവ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വിഷയം വലിയ തോതിൽ പ്രചാരണമാക്കാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം. സുഹൈൽ, ബൽറാം പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സമയമാണ്. ഈ പറഞ്ഞതുപോലെ ബി.ജെ.പി. നേതാക്കളായ 2 പേരാണ് നിലവിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 2 പേരും വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സമാന രീതിയിൽ തന്നെയാണ് കൊലപാതകം നടന്നു മനസ്സിലാക്കുന്നത്. ഈ ബൽറാം സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ പറയുന്ന ബി.ജെ.പി. നേതാക്കൾ, ഈ പറയുന്ന നിതീഷ് കുമാറിന്റെ കക്ഷിയിലുള്ള അല്ലെങ്കിൽ ആ ഫ്രണ്ടിലുള്ള ആളുകളാണ്. അവർ കൊല്ലപ്പെടുമ്പോൾ സ്വാഭാവികമായി നിതീഷ് കുമാർ പ്രതിരോധത്തിലാകില്ലേ? ഈ പറയുന്ന ക്രൈമുമായി ബന്ധപ്പെട്ട ക്രമസമാധാന നില തകർന്നുവെന്ന ഈ പ്രതിപക്ഷ ആരോപണത്തിൽ എന്തെങ്കിലും മറുപടി ഈ ഘട്ടം വരെ പ്രതികരിച്ചിട്ടുണ്ടോ നിതീഷ് കുമാർ? സുഹൈൽ, ഈ സംഭവങ്ങളോട് നിതീഷ് കുമാർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അതേസമയം സുഹൈൽ സൂചിപ്പിച്ച പോലെ തന്നെ നിതീഷ് കുമാറിനെ ഏറെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ സംഭവങ്ങൾ. സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ കള്ളത്തോക്കുകളുടെ ഉപയോഗം ഉണ്ട് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ, ഒരു 6 മാസത്തിനിടെ 15ഓളം വെടിവെപ്പ് കേസുകളാണ് പട്ന നഗരത്തിലും സമീപ പ്രദേശത്തുമായി മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ തന്നെയാണ്. വലിയ കക്ഷിയായ ബി.ജെ.പി. അല്ല എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ തീർത്തും പ്രതിരോധത്തിലാണ്. അതേസമയം സർക്കാരിനും ഈ ആരോപണത്തെ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സുഹൈൽ, ഭരണപക്ഷത്തുള്ള കൂടെയുള്ള ബി.ജെ.പിയിലുള്ളവരാണ് കൊല്ലപ്പെടുന്ന ആരാണെങ്കിലും കൃത്യമായ നടപടി ഉണ്ടാകണം. ക്രമസമാധാന നില തകർന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിന് തൽക്കാലം നിതീഷ് കുമാർ മറുപടി പറയുന്നില്ല.